ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ മണ്ണാർക്കാട് ഉള്ള പ്രവാസികളുടെ ഒരു കൂട്ടായ്മ ഉണ്ട്. അവരുടെ ഒരു മീറ്റപ്പിന് വേണ്ടി പോകാം. ഞങ്ങളെ നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് പോണത്. അത് തുടങ്ങിയത് 2000-ലാണ് തുടങ്ങിയിരിക്കുന്നത്. അതിൽ അപ്പോൾ തുടങ്ങുമ്പോൾ 75 പേരുള്ളൂ. 25 75 പേര്. അപ്പോൾ ഞങ്ങൾ സഫാരി മാളിലാണ്, ഷാർജയിലുള്ള സഫാരി മാളിലാണ് മീറ്റപ്പ് ഉള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഷാർജയിൽ സഫാരി മാളിലെത്തി. അപ്പോൾ അങ്ങനെ കുട്ടികൾക്കില്ല കളിക്കാനുള്ളതും പിന്നെ അതേമാതിരി തന്നെ അപ്പുറത്ത് സിനിമ തിയേറ്ററും എല്ലാം ഉണ്ട്. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മാൾ തന്നെയാണ്. അപ്പോൾ കുട്ടികളെ കളിക്കാനും എല്ലാറ്റിനൊക്കെ അങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് അതിൻ്റെ മുകളിലാണ്, ഏറ്റവും മുകളിലാണ് ഞങ്ങൾ മീറ്റപ്പ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ തുണക്കാരൊക്കെ പാടെ കൂടി ഞങ്ങളിങ്ങനെ പോയി കൊണ്ട് നിൽക്കുക. നമ്മളെ നാട്ടിലത്തെ ചായക്കട പോലുള്ളൊരു ചായക്കടി ഇതൊക്കെയാണ്. അപ്പോൾ ഈ സഫാരി മാളെന്ന് പറയുന്നത് ഷാർജയിൽ ഫസ്റ്റ് ആദ്യമായിട്ട് വന്ന മാളാത്രേ. അപ്പോൾ ഞങ്ങൾ പരിപാടിക്ക് അതിൻ്റെ ഉള്ളിലെത്തി, മാളിൻ്റെ ഉള്ളിലെത്തി അവിടെ പോയി കുത്തിരുന്ന് അങ്ങനെ പരിപാടി തുടങ്ങിയിട്ടൊന്നുമില്ല. പരിപാടി തുടങ്ങാനൊക്കെ ടൈം എടുത്തു. അപ്പോൾ ഷംന കാസിമാണ് ഉദ്ഘാടനമൊക്കെ അധ്യക്ഷനൊക്കെ ആയിട്ടുള്ളത്. നമ്മളെ നാട്ടുകാർ റിയാസിന് സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട്, ട്രോഫിയൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ അതിനെന്തൊക്കെയാണ് അങ്ങനെ അവരൊക്കെ എല്ലാവരെയും ആദരിക്കേണ്ടവരൊക്കെ അവരെ ആദരിച്ച് നല്ല രീതിക്ക് ഉള്ള പരിപാടിയൊക്കെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. സഫാരി മാളിലുള്ള പരിപാടിയൊക്കെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. മോശമൊന്നും പറയാനൊന്നുമില്ല. നമ്മളെ നാട്ടുകാരും പിന്നെ ഒരുപാട് സന്തോഷം. എന്താ വെച്ചാൽ നമ്മളെ നാട്ടുകാരും മൊത്തം കാണാൻ പറ്റി. ഇവിടെ UAE ഉണ്ടെന്ന്, എല്ലാവരും UAE ഉണ്ടെന്നല്ലാതെ നമ്മൾ കാണാൻ പറ്റില്ല. ഇങ്ങനത്തെ ഓരോ ഫംഗ്ഷൻ വരുമ്പോഴുള്ളൂ കാണാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ 5-6 ആൾക്കാരെ പേരിൽ ഒരാൾ വന്ന് പാട്ടൊക്കെ പാടി. പിന്നെ അത് കഴിഞ്ഞ് കൊല്ലം ഷാഫിൻ്റെ ഗാനമേളയാണ്. ആ ഗാനമേളയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പരിപാടി എന്തായാലും ഉഷാറായി. ഞങ്ങൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നു. ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് ചെന്നത്. അതിന് മുമ്പും കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഗാനമേള അല്ലാതെ ശിങ്കാരിമേളം ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ഈ ഡ്യൂട്ടീൻ്റെ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ചെന്നത് ലേറ്റായിട്ടാണ്. അതൊരു 3 മണിക്ക് തുടങ്ങിക്കോളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഈ ഗാനമേളയും കാര്യമായിട്ടും പിന്നെ അതേമാതിരി കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, അതൊന്നും എടുക്കാനും കഴിയുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ടൈം അങ്ങനത്തെ ടൈമാണ്. ഞങ്ങൾ വൈകുന്നേരം 7 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇവിടെ പോണത്. അങ്ങനെ പരിപാടിയൊക്കെ അടിച്ചുപൊളിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ നിർവഹിച്ച് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യട്ടില്ല. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇത് ഇടായിരുന്നതെന്ന് പറഞ്ഞാൽ പണിൻ്റെ തിരക്കുകൊണ്ടുള്ള ടൈമിൻ്റെ പ്രശ്നം കൊണ്ടേ, കാരണം തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഓരോ ഡാൻസും പിന്നെ ഈ ഗാനമേളയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഡാൻസ് കളിക്കലും എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. ഞാൻ കാണാൻ വേറെ രസമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുന്നത്. നമ്മൾ വേറൊരു രാജ്യത്ത് പോയി നിൽക്കുകയാണെങ്കിലും പക്ഷേ അത് ഇതേമാതിരിയൊന്നും സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ ഗാനമേളക്കാരൊക്കെ ഇറങ്ങി വന്ന് പാട്ടും കളിയും കൊട്ടും ഭയങ്കര രസമാണ്. കാണാനൊക്കെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. സഫാരി മാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ മാൾ തന്നെ കേട്ടോ. അതിൻ്റെ ഫുള്ള് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. ഞങ്ങളിങ്ങനെ പോണ വഴിക്കലും മാത്രമല്ലേ ഇങ്ങനെ പോവുകയും ചെയ്ത്. ഭയങ്കര രസമാണ് മാളും പിന്നെ അതിൻ്റെ അടുത്തും. ഇപ്പോൾ ഞങ്ങൾ പോകാനുള്ള പരിപാടി എടുക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടി. കാരണം എന്താ വെച്ചാൽ രാവിലെ 5 മണിക്കുള്ള ഡ്യൂട്ടിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു നമുക്കൊന്ന് പോവല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ നിന്ന് നേരെ പുറത്തേക്ക് പോരുകയാണ്. പുറത്തേക്ക് വരുമ്പോൾ അവിടെ ജിമ്മിൻ്റെ സാധനങ്ങളും പിന്നെ അതേമാതിരി ഇതൊരു പെർഫ്യൂമിൻ്റെ കടയാണ്. ആ പെർഫ്യൂമിൻ്റെ കടയിൽ പുറത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ഒരു പെർഫ്യൂമൊക്കെ അടിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്കും ചെയ്യുക.